Hi, welcome back to my YouTube classroom, Maths at 360 degree with Sonia. എക്സസൈസ് 1.5 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു പാഠത്തില് ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉള്ള എക്സസൈസ് ആണിത്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളിത് ചെയ്ത് പഠിക്കുക. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും സി എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എ ഡാഷ് ആണ്, മീൻസ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? യു മൈനസ് എ. യു മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിവേഴ്സൽ സെറ്റിന്ന് എ എന്ന് പറയുന്ന സെറ്റ് കുറയ്ക്കണം. മീൻസ് യുവിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സിന്റെ സെറ്റ്. അപ്പൊ നമുക്ക് ഏതൊക്കെ വരും? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അത്രയും എലമെന്റ്സ് കുറച്ച് ബാക്കിയുള്ള എലമെന്റ്സ് എന്ത് വന്നു? 5, 6, 7, 8, 9. ഇനി നെക്സ്റ്റ് ബി കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് എങ്ങനെ വരും? യു മൈനസ് ബി. യു എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബിയിലെ എലമെന്റ്സ് കുറയ്ക്കുന്നു. അപ്പൊ എന്തൊക്കെ വരും? 2, 4, 6, 8 കുറച്ചു. ബാക്കി ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത്? 1, 3, 5, 7, 9. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെന്റ് ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? യു മൈനസ് എ യൂണിയൻ സി എന്ന് എഴുതാം. എ യൂണിയൻ സി കണ്ടുപിടിക്കണം ഇനി. അപ്പൊ ഇതിന് എങ്ങനെ വരും? നമുക്ക് യു മൈനസ് സെറ്റ് എ യൂണിയൻ സി എന്ന് പറഞ്ഞാല് എയിലെയും സിയിലെയും എലമെന്റ്സ് മുഴുവൻ എഴുതുക. അപ്പൊ ഏതൊക്കെ വരും? 1, 2, 3, 4, 5, 6. എയിലെയും സിയിലെയും എലമെന്റ്സ് എല്ലാം അറിയും. അപ്പം എ യൂണിയൻ സി. ഇനി ഈ ഒരു സെറ്റ് യു എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ എന്ത് വന്നു? യു മൈനസ് സെറ്റിൽ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് 7, 8, 9. ഇനി നെക്സ്റ്റ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഹോൾ കോംപ്ലിമെന്റ് എന്ത് വരും? യു മൈനസ് എ യൂണിയൻ ബി എന്ന് എഴുതാം. ഇത് നോക്കി കഴിയുമ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാല് എയിലെയും ബിയിലെയും സെറ്റ് മുഴുവൻ, സോറി എലമെന്റ്സ് മുഴുവൻ. അപ്പൊ എങ്ങനെ വരും? യു മൈനസ് സെറ്റ് 1, 2, 3, 4, 5 ഇല്ല, അടുത്ത 6 പിന്നെ 8. അപ്പൊ യു എന്ന് പറയുന്ന സെറ്റിൽ ഈ എലമെന്റ്സ് കുറച്ച് എഴുതുമ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടും? 1, 2, 3, 4 വരെയുണ്ട്. പിന്നെ 5, പിന്നെ ഏതാ 6 ഇവിടെയുണ്ട്, 7 ഇല്ല, അപ്പൊ 7, 8 ഉണ്ട്, പിന്നെ 9. സെറ്റ് 5, 7, 9. നെക്സ്റ്റ് വന്നിട്ട് എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം. എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് 1, 2, 3, 4. ഇനി ഇത് ഡയറക്റ്റ് എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് യു മൈനസ് എ ഡാഷ് അത് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത് സെയിം ആൻസർ തന്നെയാണോ കിട്ടുന്നത്? ഇനി നെക്സ്റ്റ് ബി മൈനസ് സി ഹോൾ കോംപ്ലിമെന്റ് ആണ്. ബി മൈനസ് സി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നമുക്ക് യു മൈനസ് ബി മൈനസ് സി എന്ന് എഴുതണം ആണല്ലോ. ഇനി ആദ്യം ബി മൈനസ് സി കണ്ടുപിടിക്കണം. ബി മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിയിലുള്ളതും സിയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ്. ബിയിലുള്ളതും സിയിൽ ഇല്ലാത്തതും. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് വരും? ബിയിൽ 2 ഉണ്ട്, ഇവിടെ ഇല്ല, അപ്പൊ 2 എഴുതാൻ പറ്റും. 4 ഇവിടെയുണ്ട്, ഇവിടെ 4 ഉണ്ട്, അപ്പൊ എഴുതാൻ പറ്റില്ല. 6 ഇവിടെയുണ്ട്, ഇവിടെയും 6 ഉണ്ട്, എഴുതാൻ പറ്റില്ല. 8 ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല, അപ്പൊ ഏതാണ്? 2, 8. ഇനി യു മൈനസ് സെറ്റ് 2, 8. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? യു എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് 2ഉം 8ഉം കുറച്ചിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1, 3, 4, 5, 6, 7, 8 ഇവിടെയുണ്ട്, പിന്നെ ഏതാണ്? 9. ക്വസ്റ്റ്യൻ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റുകളുടെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് യു ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് വരെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ആണ്. എ ഡാഷ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ വരും? എ ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? യു മൈനസ് എ എന്ന് പറഞ്ഞാൽ യുവിന് സെറ്റ് എ ബി സി കുറയ്ക്കണം. നമുക്ക് ഏതൊക്കെ കിട്ടും? ഈ ഒരു യുവിന് എ ബി സി എന്ന് പറയുന്ന എലമെന്റ്സ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഏതാ ഉള്ളത്? സെറ്റ് ഡി ഇ എഫ് ജി എച്ച്. ഇനി നെക്സ്റ്റ്
ബി എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് ബി. ഈ യു എന്ന് പറയുന്ന സെറ്റിന് ഈ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് കുറയ്ക്കണം. അപ്പൊ നമുക്ക് ഏതൊക്കെ വരും? എ ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ എ എഴുതി, ബി എഴുതാം, സി എഴുതാം. ഇനി അത് കഴിഞ്ഞിട്ടോ ഡി ഇവിടെ ഉണ്ടാവുകൊണ്ട് എഴുതാൻ പറ്റില്ല, ഇയും ഇവിടെ ഉണ്ട് എഴുതാൻ പറ്റില്ല, എഫ് ഇവിടെ ഉണ്ട് എഴുതാൻ പറ്റില്ല, ജിയും പറ്റില്ല. ലാസ്റ്റ് ഏതാണ്? എച്ച്. നെക്സ്റ്റ് വന്നിട്ട് സി എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ്. സി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു നമുക്ക് യു മൈനസ് സി എന്ന് എഴുതാം. യു എന്ന് പറയുന്ന സെറ്റിന് സിയിലെ എലമെന്റ്സ് കുറയ്ക്കണം. അപ്പൊ അത് ഏതൊക്കെ വരും? എ എഴുതാൻ പറ്റില്ല, ബി പറ്റും, സി ഇല്ല, ഡി ഉണ്ട്, ഇ ഇല്ല, എഫ് ഉണ്ട്, ജി ഇല്ല, എച്ച് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി കോംപ്ലിമെന്റ് ആണ്. ഡി കോംപ്ലിമെന്റ് എങ്ങനെ എഴുതാം? ഡി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് ഡി. എങ്ങനെയൊക്കെ വരും? യു ഇന്ന് ഡിയുടെ എലമെന്റ്സ് കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് ഏതൊക്കെ എലമെന്റ്സ് വരും? എ, ബി, പിന്നെ സി, ഡി ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പൊ ഡി എഴുതാം. ഇ ഇവിടെ ഇല്ല, അപ്പൊ നമുക്ക് ഇ എഴുതാം. എഫ് ഇവിടെ ഉണ്ട്, സോറി എ വരില്ല അല്ലെ, എ ലാസ്റ്റ് ഇവിടെ ഉണ്ട് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എ ഇതിൽ എഴുതാൻ പറ്റില്ല. അപ്പം സെറ്റ് ബി, സി, ഡി, ഇ, എഫ് ഇവിടെയുണ്ട്, ജി ഇവിടെയുണ്ട്, എച്ച് ഇവിടെയുണ്ട്. അപ്പൊ ഇത്ര എലമെന്റ്സ് ഈ സെറ്റിലുള്ളൂ. തേർഡ് ക്വസ്റ്റ്യനില് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ് തന്നേക്കുന്നത്. ആ ഒരു യൂണിവേഴ്സൽ സെറ്റിനെ കൺസിഡർ ചെയ്തിട്ട് തന്നിരിക്കുന്ന സെറ്റുകളുടെ കോംപ്ലിമെന്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമത് തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. മീൻസ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ കോംപ്ലിമെന്റ് എന്താന്ന് നോക്കണം. അപ്പൊ ഈവൻ നാച്ചുറൽ നമ്പർ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഒഴിവാക്കി കളഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ? സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്തായി? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. നെക്സ്റ്റ് വന്നിട്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് കോംപ്ലിമെന്റ് കിട്ടണം. അപ്പൊ നമ്മൾ ആ യൂണിവേഴ്സ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഈ ഒരു പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ഓഫ് 3 എല്ലാം കുറച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുമ്പോൾ 3, 6, 9, 12 അതൊക്കെയാണ്. അതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിനെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയാലോ. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പൊ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അതാണ് അതിന്റെ കോംപ്ലിമെന്റ്. നെക്സ്റ്റ് വന്നിട്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ. അതിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is a natural number divisible by 3 and 5. മീൻസ് ഈ ഒരു സെറ്റില് 3നെയും 5നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിന്റെ കളക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3നെയും 5നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് വേണം. അതിന് നമുക്ക് എങ്ങനെ പറയാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 3 and 5. നെക്സ്റ്റ് വന്നിട്ട് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞ നമ്പറുകള് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ ആ നമ്പേഴ്സ് ആണ്. മീൻസ് 1, 4, 9, 16 ആ നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിന്റെ മാത്രം കളക്ഷൻ ആണ് ഇത്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന് ഈ നമ്പർ കുറച്ചാൽ മതി. മീൻസ് ആ ഒരു കോംപ്ലിമെന്റില് പെർഫെക്റ്റ് സ്ക്വയർ ഒഴികെ ബാക്കി എല്ലാ നമ്പേഴ്സും ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഇതിന്റെ കോംപ്ലിമെന്റ് നമുക്ക് എങ്ങനെ പറയാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ കോംപ്ലിമെന്റ് എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. കോംപ്ലിമെന്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 5 നോട്ട് ഈക്വൽ ടു 8. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ഇവിടെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 8 ആവുന്ന എക്സിന്റെ കളക്ഷൻ ആണ്. എപ്പോഴാണ് എക്സിന്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും? 3 ആയിരിക്കും. കാരണം 3 പ്ലസ് 5 മാത്രമേ ഉള്ളൂ 8 ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്റ് എങ്ങനെ പറയാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 3 എന്ന് പറയാലോ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 3 അങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 2x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 9. ഇവിടെ ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കോംപ്ലിമെന്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 2x പ്ലസ് 5 നോട്ട് ഈക്വൽ ടു 9. ഇനി
നമ്മൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 2x plus 5 is equal to 9 ആണ് കണ്ടീഷൻ. അപ്പൊ 2x is equal to 9 minus 5 എന്ന് എഴുതാം. അപ്പൊ x equal to 4/2 2 കിട്ടും. മീൻസ് ഇത് ഏത് സെറ്റ് ആണ്? സെറ്റ് 2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഇതിന്റെ കോംപ്ലിമെന്റ്? സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 2 എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പം 7ഉം 7നേക്കാളും കൂടുതലായിട്ടുള്ള നമ്പേഴ്സിന്റെയും കളക്ഷൻ ആണിത് ആണല്ലോ. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എങ്ങനെയായിരിക്കണം? 7നേക്കാളും കുറവുള്ള നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്താവും? സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 7. Next, set for x such that x element of n and 2x plus 1 greater than 10. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം x element of n and 2x plus 1 less than or equal to. ഇത് 10നേക്കാളും കൂടുതലാണ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എങ്ങനെ വരണം? less than or equal to എന്ന് വരണം. അല്ലെങ്കിൽ ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2x plus 1 greater than 10 ആണ്. അപ്പൊ 2x greater than 10 minus 1, that is x greater than 9/2 എന്ന് കിട്ടും. x greater than 9/2 അതാണ് ഈ സെറ്റ്. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എങ്ങനെ വരും? സെറ്റ് ഫോർ x such that x element of n and x less than or equal to 9/2. ഫോർത്ത് ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ, എളുപ്പമാണ്. നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളാം, നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ എളുപ്പമായതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫിഫ്ത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വെൻ ഡയഗ്രാം എങ്ങനെയാ വരയ്ക്കുന്നത് നോക്കാം. രണ്ട് സെറ്റ് എയും ബിയും. അപ്പം ഒന്നാമത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആണ്. വെൻ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരു റെക്ടാംഗിൾ വേണം. ഇവിടെ രണ്ട് സെറ്റ് തന്നുണ്ട്, ആ രണ്ട് സെറ്റിന് എലിപ്സ്. ഇവിടെ അതുപോലെ തന്നെ എയും ബിയും ഡിസ്ജോയിന്റ് ആണോ അല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഇവിടെ ഞാൻ ആദ്യത്തെ ഞാൻ എന്ത് ചെയ്യാണ്? എയും ബിയും ഡിസ്ജോയിന്റ് അല്ല എന്നുള്ള രീതിയിൽ എടുക്കണം. വേണ്ട, ഡിസ്ജോയിന്റ് ആണെന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പൊ എന്താണ് ചെയ്തു? എയും ബിയും ഡിസ്ജോയിന്റ് ആണ്. അപ്പൊ എക്കും ബിക്കും കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നും ഇല്ല. ഇനി നമുക്ക് വെൻ ഡയഗ്രാം വരയ്ക്കേണ്ടത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റിന്റെയാണ്. മീൻസ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു മൈനസ് എ യൂണിയൻ ബി ആണ് അല്ലെ. യു എന്ന് പറയുന്ന സെറ്റിന് എ യൂണിയൻ ബിയിലെ എല്ലാ എലമെന്റ്സും മാച്ച് വരണം ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ഇതാണ് യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ്. എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രാം വരച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. കാണാത്തവർ അതൊന്ന് എടുത്ത് കാണുക. എ യൂണിയൻ ബിന്റെ വെൻ ഡയഗ്രാം ഈ ഒരു രണ്ട് സർക്കിൾസ് ആണ് വരിക. അപ്പൊ എ യൂണിയൻ ബിയിലെ എലമെന്റ്സ് എല്ലാം യുന്ന് കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള പോർഷൻ ആണ് ഇത് എ യൂണിയൻ ബി ഹോൾ ഡാഷ്. അതെങ്ങനെ നമുക്ക് ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ ആണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഈ ഒരു പോർഷൻ ആണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. രണ്ട് എലിപ്സ് ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനും എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ ഞാൻ എന്ത് ചെയ്തു? ഒരു യൂണിവേഴ്സൽ സെറ്റിന്റെ റെക്ടാംഗിൾ വരച്ചു. നെക്സ്റ്റ് എന്താണ്? രണ്ട് എലിപ്സ് വരച്ചു. എലിപ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസ്ജോയിന്റ് അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് അല്ല എന്നുള്ള രീതിയിൽ എടുക്കാം. ഇവിടെ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇന്റർസെക്ഷൻ ഏകദേശം ഒരു എന്താ പറയാ ഡിസ്ജോയിന്റ് അല്ല എന്നുള്ള രീതിയിൽ എടുത്തു. ഇനി എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയിലില്ലാത്ത എലമെന്റ്സ്, യുയിലുള്ളതും എയിലില്ലാത്ത എലമെന്റ്സ്, അത് ഈ ഒരു പോർഷൻ വരും. അടുത്തത് എന്താ? ബി കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിയിലില്ലാത്തതും യുയിലുള്ള എലമെന്റ്സ്, അതിന്റെ ഇന്റർസെക്ഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. മീൻസ് രണ്ടിന് കോമൺ ആയിട്ടുള്ള പോർഷൻസ്. അത് ഏതായിരിക്കും പോർഷൻ വരുന്നത്? എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്, ബി എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. അപ്പൊ എയിലില്ലാത്ത എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് എലിപ്സ് ഒഴിച്ച് ബാക്കിയുള്ളതല്ല. ഇവിടെ ബി ഉണ്ട്, എയിലില്ലാത്തത്. അതുപോലെ തന്നെ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു എ എന്ന് പറയുന്ന ഈ ഒരു സെറ്റും അതുപോലെ തന്നെ ഇത്രയും പോർഷൻസ് കേട്ടോ, ഇത്രയും പോർഷൻ ആണ് ബി കോംപ്ലിമെന്റ്. പിന്നെ ഈ ഒരു റെക്ടാംഗിളിന്റെ പോർഷൻ. അപ്പം ഏകദേശം ഇതിന്റെ വെൻ ഡയഗ്രാം എങ്ങനെ വരും? ഈ ഒരു എലിപ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോർഷനും എന്തായി? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആയി. നമ്മൾ ഡിമോർഗൻസ് ലോ പഠിച്ചിരുന്നു. ഡിമോർഗൻസ് ലോയിന്റെ അകത്ത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പഠിച്ചിരുന്നു. ആ ഒരു മീൻസ് സെയിം വെൻ ഡയഗ്രാം ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ
അപ്പൊ നെക്സ്റ്റ് രണ്ടെണ്ണം കൂടി ഉണ്ട്, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റും അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇതിന്റെ രണ്ടിന്റെയും വെൻ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വരച്ച് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. സിക്സ്ത് ക്വസ്റ്റ്യനില് നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആണ്. പിന്നെ നമുക്കൊരു എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് ഡിഫറെന്റ് ഫ്രം 60 ഡിഗ്രി എന്ന് പറഞ്ഞാല് ട്രയാങ്കിൾസിന് എത്ര ആംഗിൾ ഉണ്ട്? 3 ആംഗിൾ ഉണ്ട്. ആ 3 ആംഗിളിൽ ഒരാംഗിൾ എങ്കിലും 60 ഡിഗ്രി അല്ലാതിരിക്കുന്ന ട്രയാങ്കിൾസിന്റെ കളക്ഷൻ ആണ് എ എന്ന് പറയുന്ന സെറ്റ്. നമ്മളോട് ആ എ എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോംപ്ലിമെന്റിൽ എന്ത് വരും? എയിൽ ഇല്ലാത്ത എലമെന്റ്സ് വരിക ആണല്ലോ. അപ്പൊ എയിൽ ഇല്ലാത്ത എലമെന്റ്സ് പറയണമെങ്കിൽ ഒരെണ്ണമെങ്കിലും 60 ഡിഗ്രിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് എ എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ കോംപ്ലിമെന്റില് എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾസിന്റെ കളക്ഷൻ ആയിട്ട് നമുക്ക് പറയാലോ. അപ്പം എല്ലാ ആംഗിൾസും, ട്രയാങ്കിൾസിന് 3 ആംഗിൾസ് ഉണ്ട്, 3 ആംഗിൾസും 60 ഡിഗ്രി ആണെങ്കിൽ ആ ഒരു ട്രയാങ്കിളിന് നമ്മൾ ഒരു പേര് വിളിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോംപ്ലിമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ്, യൂണിയന്റെയും കോംപ്ലിമെന്റ്സിന്റെയും എല്ലാം പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ നോക്കിയേ, എ യൂണിയൻ എ കോംപ്ലിമെന്റ്. നോക്കി, എയും എ കോംപ്ലിമെന്റും കൂടി യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് സെറ്റാ കിട്ടുക? യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റാ കിട്ടുക, എയും എ കോംപ്ലിമെന്റ്. അപ്പൊ എന്തായി? യൂണിവേഴ്സൽ സെറ്റ് ആണ് എ യൂണിയൻ എ കോംപ്ലിമെന്റ്. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. എയിലും എ കോംപ്ലിമെന്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എംപ്റ്റി സെറ്റ് 5. നെക്സ്റ്റ് 5 കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ. 5 കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യു മൈനസ് 5 ആണ്. അപ്പം 5 കോംപ്ലിമെന്റ് എന്താ? യൂണിവേഴ്സൽ സെറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യു ഇന്റർസെക്ഷൻ എ. അപ്പൊ യുയിലും എയിലും കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? എ എന്ന് പറയുന്ന സെറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? എ. ഇനി അടുത്തത് യു കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ. യു കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ, യു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 5 ആണ്. 5 ഇന്റർസെക്ഷൻ എ എന്ന് വരും. അപ്പം 5 ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 5ലും എയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ 5 ഇന്റർസെക്ഷൻ എ എന്തായി? 5. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന +1 കുട്ടികള് ഇത് വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിച്ചിട്ടിരിക്കരുത്. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും ഒരു പേപ്പറും എടുത്തിട്ട് ആ പ്രോബ്ലംസ് തന്നെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നില്ല, അപ്പൊ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യണം. എന്നിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടി വീഡിയോ എടുത്ത് കാണുക. എന്നിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് എഴുതി തന്നെ പഠിക്കുക. എന്നാലേ നിങ്ങൾക്ക് മാത്സ് എക്സാമിന് ആ പേപ്പറിൽ എഴുതാൻ പറ്റുള്ളൂ. സോ എന്റെ ക്ലാസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, അതിന്റെ കൂടെ ആ ചെറിയ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.